മറ്റു വാർത്തയിലേക്ക് നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് 3 ആഴ്ച മുമ്പ് മുതൽ തുടർച്ചയായി ശാരീരിക പീഡനമേറ്റിരുന്നതായിട്ടാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശരീരത്തിൽ ഉണ്ടായിരുന്നത് 50 മാരക മുറിവുകളാണ്. ഇത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും തകരാറിലാക്കി. തലയോട്ടിക്കുള്ളിൽ പലയിടങ്ങളിലായി നീർക്കെട്ടുണ്ടായതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തലുണ്ട്. കൃത്യത്തിന്റെ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ തനിച്ചാണോ പങ്കാളിയായതെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ 1.5 വയസ്സുകാരൻ്റെ ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഈ കുഞ്ഞിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് മാത്രം കണ്ടെത്തിയത്, അതായത് ബാഹ്യ ദേഹ പരിശോധനയിൽ മാത്രം 52 മുറിവുകൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആന്തരിക അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് 6 വാരിയരികൾ പൂർണ്ണമായി തകർന്ന നിലയിലാണ്. തലയോട്ടിക്കുള്ളിൽ 5 ക്ഷതമേറ്റിരിക്കുന്നത്. ഇങ്ങനെ മാരകമായ മുറിവുകൾ ഈ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ ഏറ്റിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ 29-ാം തീയതിയാണ്. അതിന് 3 ആഴ്ച മുമ്പ് മുതൽ തന്നെ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഈ ക്രൂരമായ മുറിവുകൾ ഏൽപ്പിക്കുന്ന, മർദ്ദിക്കുന്ന തരത്തിലുള്ള, ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം നടന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, SC/ST അട്രോസിറ്റീസ് ആക്ട് കൂടി ഇന്നലെ വൈകിട്ട് ഈ കേസിൽ ചുമത്തിയിരിക്കുകയാണ്. ഇത്തരം കേസുകൾ SC/ST അട്രോസിറ്റീസ് ആക്ട് ചുമത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണത്തിന് പിന്നെ മേൽനോട്ടം വഹിക്കേണ്ടത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ നെടുമങ്ങാട് DYSPക്ക് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല കൈമാറിയിരിക്കുകയാണ്. നെടുമങ്ങാട് DYSPയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കേസിൽ ഇനി വിശദമായ അന്വേഷണം നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 1.5 വയസ്സുകാരൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്താണ്. നെടുമങ്ങാടിനടുത്ത കടുവപ്പാറ എന്ന സ്ഥലത്താണ്. ഒരു 10 വർഷത്തിനിടെ ദുരന്തങ്ങൾ വേട്ടയാടുന്ന ഒരു കുടുംബമാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അഖിലിൻ്റേത്. ഇവിടെ 3 കല്ലറകളുണ്ട്. ഇതിൽ ആദ്യത്തേത് അഖില എന്ന് എഴുതിയിരിക്കുകയാണ്. അഖിലിൻ്റെ സഹോദരിയാണ്. 2018-ലാണ് സമാനമായ തരത്തിൽ ഒരു കുടുംബ വഴക്കിനെ തുടർന്ന് അഖില ജീവനൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. 2024 സമാനമായ സാഹചര്യത്തിൽ അഖിലയുടെ ഇളയ സഹോദരനായ അഖിൽ, അതായത് ഈ 1.5 വയസ്സുകാരൻ്റെ അച്ഛൻ 2 വർഷം മുമ്പ് സമാനമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ 2 ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചിരുന്ന കുടുംബത്തെ പൂർണ്ണമായി ദുഃഖത്തല ആഴ്ത്തിക്കൊണ്ടാണ് അതിന് തൊട്ടപ്പുറത്ത് 3ാമതായി മറ്റൊരു കുഴിമാടം കൂടി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സമാനമായ തരത്തിൽ കുഞ്ഞിനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തും ചില നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ചിത്രം ഉൾപ്പെടെ പതിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എന്നോടൊപ്പം അഖിലിൻ്റെ അച്ഛൻ സുനിൽകുമാർ, അതായത് ഈ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ ചേരുന്നു. വലിയ വേദനയ്ക്ക് നടുവിലാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിക്കുമെന്നറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ അച്ഛൻ എന്നാണ് അവസാനമായിട്ട് കണ്ടത്? ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ചാണ് കുഞ്ഞിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല. കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് അവരാരും സമ്മതിച്ചില്ല. വേറൊന്നുമല്ല, നമ്മൾ വിചാരിച്ച ഇവള് ആശുപത്രി ഡെലിവറി സമയത്ത് നമ്മൾ അറിയിക്കുമെന്നാണ് കരുതിയത്. അത് അറിയിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നൂലുകെട്ട് സമയമാകുമ്പോഴത്തേക്കും അറിയിക്കുമെന്ന് കരുതി. അത് കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് നിയമവശമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതില്ല നമുക്ക്. കാരണം കൊച്ചു കുട്ടിയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് നിയമവശം തേടാൻ പോകാത്തത്. അതിനുശേഷം ഇതിനിടയ്ക്ക് ഈ അസ്കർ എന്ന ആൾ ഇതിനിടയ്ക്ക് വന്നത് നമുക്ക് നിയമസാധ്യത ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു 3 മാസത്തിന് മുമ്പ് കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിക്കാം എന്ന് ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് കടന്നു വരുന്നത്. അതായത് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയായിരുന്നു. അതായത് ഈ അഖില പ്രോഗ്രാമിന് പോകുന്ന ഡാൻസ് ട്രൂപ്പിൻ്റെ ടീച്ചറാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് ട്രൂപ്പ് ടീച്ചറിനെ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഫോൺ എടുക്കുകയോ ഈ നിമിഷം വരെയും
ഇതേവരെയും അവർ ഈ കുഞ്ഞിൻ്റെ കാര്യം ഇത്രയും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും അവർ ഇതുവരെ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ വരികയോ ഇതിൻ്റെ കാര്യങ്ങൾക്ക് പങ്കെടുക്കുകയോ എന്നെ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്ത് ചോദിക്കാനുള്ള മനസ്സ് ആ ടീച്ചർ ഇതുവരെ കാണിച്ചിട്ടില്ല. അല്ല, ഇതിൽ ഈ കുഞ്ഞിന് ഇങ്ങനെ ക്രൂരമായി മർദ്ദനം ഏൽക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ നിങ്ങൾ അറിഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഓടി എത്തുമായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സൂചന എനിക്ക് ചെറു സൂചന പോലും കിട്ടിയില്ലായിരുന്നു. എനിക്ക് ഈ 29-ാം തീയതി നിങ്ങൾ എന്താണ് അറിഞ്ഞത്? എന്നെ 29-ാം തീയതി അറിയിച്ചെന്ന് പറഞ്ഞാൽ 29-ാം തീയതി ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണല്ലോ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനമായി പറഞ്ഞത് ഞാൻ ഈ കുഞ്ഞ് മരിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പ് വിളിച്ചപ്പോഴത്തേക്കും ഈ അഖില പറയുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്, വന്നിട്ട് ഉടനെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാണത് പറഞ്ഞത്? അത് പറഞ്ഞത് ഒരു ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയോടടുപ്പിച്ചാണ് എന്നോട് പറഞ്ഞത്. 26-ാം തീയതി. അപ്പോൾ 30-ാം തീയതി തിരികെ വരും, തിരികെ വന്നിട്ട് കുഞ്ഞിനെ തരാമെന്നാണ് പറഞ്ഞത്. തിരികെ വന്നു, കുഞ്ഞിനെ തന്നു. ഈ ജീവച്ഛവമായിട്ടാണ് അവൾ കുഞ്ഞിനെ തിരികെ തന്നത്. ഇത് ഈ അഖിലയ്ക്ക് ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനകത്ത് അഖിലയ്ക്കും പൂർണ്ണമായ പങ്കുണ്ട്. അതുപോലെ തന്നെ അഖിലയുടെ അമ്മയ്ക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഈ ഡാൻസ് ടീച്ചറാണ് ഇതിനകത്ത് മെയിൻ. ഈ ഡാൻസ് ടീച്ചറും അഷ്കറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എൻ്റെ മകനെയും മകളെയും കൂട്ടിമുട്ടിച്ചത് ഈ ഡാൻസ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഈ അഷ്കറിനെയും ഈ അഖിലയും കൂട്ടിമുട്ടിച്ചതും ഈ ഡാൻസ് ടീച്ചർ തന്നെയാണ്. അവർക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. അവർ ഇത് ഇപ്പം ഒന്നും അറിയാത്തതുപോലെ ഒളിച്ചു മാറി നിൽക്കുകയാണ്. അവരെ അന്വേഷണത്തിൽ കണ്ടെത്തി അത് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് വേണ്ട നടപടിയെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ മൊഴി എടുക്കാൻ പോലീസ് എത്തിയിട്ടുണ്ട്? പോലീസ് ഞാൻ അവിടെ സ്റ്റേഷനിൽ തന്നെ വിളിപ്പിച്ചു. ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? എനിക്ക് കൂലിപ്പണിയാണ്, പ്ലംബിങ്ങിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മക്കളായിരുന്നു? രണ്ട് മക്കളായിരുന്നു. 2 മക്കൾ മരണപ്പെട്ടു. പിന്നെ ജീവിതത്തിൽ പിന്നെ ഒരു ആശയം ഉണ്ടായിരുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ കുഞ്ഞെങ്കിലും നമുക്കുണ്ട്, അവന് വേണ്ടി അങ്ങനെ ഒരു ആശയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അപ്പം ആ പ്രതീക്ഷയും കെട്ടടങ്ങി. ഇനിയുള്ള ഒരു നമ്മൾ ഇങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കൊല്ലാനുള്ള ഒരു വിധിയെ കാത്താണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത്. അതിനപ്പുറം അദ്ദേഹത്തോട് മറ്റൊന്നും ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അത്രയും വൈകാരികമായി തളർന്ന ഒരവസ്ഥയിലാണ് ഈ സുനിൽകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉള്ളത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് കടക്കുകയാണ്. നെടുമങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശദമായ അന്വേഷണത്തിലൂടെ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഈ സംഭവങ്ങളിൽ ഈ അഷ്കർ നേരിട്ട് പങ്കെടുക്കുന്നു. മറ്റാർക്കെങ്കിലും ഇത് അറിവുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ അഖിലയുടെ മൗന സമ്മതത്തോടെയാണ്, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ അഖിലയുടെ മൗന സമ്മതത്തോടെയാണ് ഈ 1.5 വയസ്സുകാരന് നേരെ ഇങ്ങനെ ഈ ക്രൂരമായ മർദ്ദനങ്ങൾ, പീഡനമുറകളൊക്കെ അരങ്ങേറിയിരുന്നത് എന്ന കൃത്യമായ തെളിവുകൾ കൂടി വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അഷ്കറിനൊപ്പം കൂട്ടുപ്രതിയായി അഖിലയും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് നമുക്കറിയാനുള്ളത്. എന്താണ് ഒരു എനിക്കിതിൽ ഒന്നുകൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞിനെ 30-ാം തീയതി അഖിലെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ അടുത്ത്. നമ്മൾ വന്നിട്ട് സംസാരിക്കുക കുഞ്ഞിനെ തരാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അഷ്കറിൻ്റെ ഒരു സുഹൃത്ത് എന്നെ അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നോട് വിളിച്ച് പറഞ്ഞ് ഈ സംഭവത്തിന് ശേഷമാണ് എന്നോട് പറയുന്നത്, അച്ഛാ ഇതേപോലെ ഈ ഡാൻസ് ടീച്ചർ അഖിലയോട് വിളിച്ച് പറഞ്ഞത് ഒരു കാരണവശാലും എന്നെയും എൻ്റെ ഭാര്യയുടെ കയ്യിലും അവളുടെ അമ്മയുടെ കയ്യിലും കുഞ്ഞിനെ ഒരു കാരണവശാലും ഏൽപ്പിക്കരുതെന്ന് ഈ ഡാൻസ് ടീച്ചർ പറഞ്ഞതായിട്ട് എനിക്ക് അറിവ് കിട്ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനിടയെ? അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ആ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടീച്ചറിനും അഷ്കറിനെ അറിയാവൂ. ഓക്കെ, എന്തായാലും അവർ ഈ കുടുംബം ഉന്നയിക്കുന്ന ആ സംശയത്തിലേക്ക് കൂടി പോലീസിൻ്റെ അന്വേഷണം നീളും. അവരെ കൂടി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ആ ചോദ്യം ചെയ്യലിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ദുരൂഹതകളെല്ലാം മാറുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവുമുള്ളത്. ഡാന, ഒരു കാര്യം കൂടി, നമുക്ക് പിതാവിനോട് അത്രയധികം ദുഃഖം തേരി നിൽക്കുന്ന കുട്ടിയാണ്. എല്ലാവരും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തൻ്റെ മകൻ്റെ രക്തത്തിൽ പേർന്ന ആ കുഞ്ഞിൻ്റെ ശരീരം എങ്കിലും എൻ്റെ പറമ്പിൽ, എൻ്റെ പുരയിടത്തിൽ സംസ്കരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പിതാവാണെന്ന് മനസ്സിലാക്കാം. അതാണല്ലോ സാഹചര്യം. യഥാർത്ഥത്തിൽ ഈ അഖിലയുടെ ഈ സുനിൽകുമാറിൻ്റെ മകൻ്റെ അവരുടെ കുടുംബജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ ചില പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും പിതാവിൻ്റെ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
നമുക്ക് അതുകൂടി അദ്ദേഹത്തോട് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മകൻ ജീവനോടെ ഇല്ല ഇപ്പോൾ. എന്താണ് ഈ 2024 അഖിൽ ജീവൻ കൊടുക്കുന്നത്? അതിലേക്ക് നയിച്ച സാഹചര്യം, ഈ കുടുംബപ്രശ്നങ്ങൾ എന്തായിരുന്നു എൻ്റെ പ്രശ്നം? കുടുംബപ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഖില വേറൊരു പയ്യനുമായിട്ട് ബന്ധത്തിലായിരിക്കുമ്പോഴാണ് എൻ്റെ മകനെ കണ്ടുമുട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.